പ്രൈസ് ഗാഡ്, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിനും ത്രിയേകനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർ, പ്രത്യേകമായി ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവ് പാസ്റ്റർ വൈ ജോസ് അവറുകൾ, ഈ സ്റ്റേറ്റ് ലീഡ് ചെയ്യുന്ന ഓവർസിയർ പാസ്റ്റർ വൈ റെജി അവറുകൾ, എൻ്റെ വളരെ നല്ല സ്നേഹിതൻ, കർത്താവിൽ എന്നെ ഈ മീറ്റിംഗ് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയും അതിനൊക്കെ അവസരം ഒരുക്കി തന്ന കർത്താവദാസന് നന്ദിയുണ്ട്. മൈ ഗുഡ് ഫ്രണ്ട് പാസ്റ്റർ സി തോമസ്, South Asian Superintendent, one of a very good leader, and God has blessed you. Assistant Overseer Pastor Dr. Shibu K. Matthew, a good friend, and definitely Secretary Samkuti Matthew, and all other pastors. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, എൻ്റെ കൊളീഗ്സ് ഇവിടെ ഉണ്ട്, FTS ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കൊളീഗ്സ് ഇവിടെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാർ, എല്ലാ സീനിയേഴ്സായ മിനിസ്റ്റേഴ്സ്, അമേരിക്കയിൽ നിന്ന് വന്ന ദൈവദാസന്മാർ, മറ്റുള്ള ഞങ്ങളെ നല്ല ഫ്രണ്ട്സ്, എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവദാസന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ഈ ഒരു യുഗത്തിൽ 2 അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ നമ്മൾ കേട്ടു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് അവർക്ക് നൽകി നിയോഗത്തിൽ അവർ ദൈവവചനം ശുശ്രൂഷിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പനിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ വീണ്ടും ധ്യാനിക്കാൻ പോകുമ്പോൾ, ഞാൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ടോപ്പിക്കുകളിലും ഒന്ന് ഓടിച്ച് ഞാനത് ശ്രദ്ധിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഓരോ ടോപ്പിക് കൊടുത്തു. അത് വളരെ നന്നായി കേട്ടോ. ഇറ്റ്സ് റിയലി ഗുഡ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരു ടോപ്പിക്കിലിട്ട് അവസാനം ഒന്നുമില്ലാത്ത രീതിയിലായി മാറിയനെ. സോ ദിസ് ഈസ് റിയലി ഗുഡ്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ തലത്തിൽ നിങ്ങളത് ചെയ്യുന്നതിൽ. എനിക്ക് നൽകപ്പെട്ട ടോപ്പിക്ക് പെന്തക്കോസ് സഭകൾക്കും പെന്തക്കോസ് ഉപദേശത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റായി, അതിൻ്റെ തനിമയുള്ള, ഏറ്റവും വളരെ അധികമായി പ്രസംഗിക്കപ്പെടേണ്ടിയ റാപ്ചർ ഓഫ് ദ ചർച്ച്. റാപ്ചർ ഓഫ് ദ ചർച്ച്. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. അതിൻ്റെ മലയാളം വാക്ക് പറഞ്ഞാൽ ജെൻസിക്ക്, ഇവിടെ ഇരിക്കുന്ന മലയാളികൾ ജെൻസിക്ക് പോലും അത് മനസ്സിലാകത്തില്ല. അല്ല, ആൽഫ ജനറേഷനും മനസ്സിലാകത്തില്ല, ബീറ്റ ജനറേഷനും മനസ്സിലാകത്തില്ല. ഒരു കുഞ്ഞുങ്ങൾക്കും ഉൽപ്രാവണം, ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും വേറെയായി മാറും. ഉൽപ്രാവണം, ഈ ഒരു വാക്ക് ഇന്നത്തെ ജെൻസിയെ ചോദിച്ചോ, അവർക്കൊന്നും അറിയത്തില്ല. നമുക്ക് പ്രായമുള്ള ദൈവദാസന്മാർക്കൊക്കെ അത് സംഭവം അറിയാം. പക്ഷേ അങ്ങനൊരു വാക്ക് ബൈബിളിൽ ഇല്ല എന്ന് പലരും പറയും. ആ ഒരു വാക്ക് പിടിച്ച് നമ്മൾ എന്നും കൊണ്ട് പിടിച്ച് നിൽക്കുന്നു. ദൈവദാസനെ ഈ ടോപ്പിക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കപ്പെടാത്ത ഒരു വലിയൊരു ടോപ്പിക്കാണ് ഇത്. ഓക്കെ, റാപ്ചർ, പെന്തക്കോസ് തിയോളജി, പെന്റക്കോസ്റ്റൽ തിയോളജി, പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ തനിമയാണ്. അതിൻ്റെ കാരണം എല്ലാ ക്രിസ്തീയ വിഭാഗം ഒരുപോലെ അറിയുന്നതും ഒരുപോലെ വിശ്വസിക്കുന്ന ഭാഗമാ കർത്താവ് വരും. അവരെല്ലാവരും വിശ്വസിക്കുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. എല്ലാവരും വിശ്വസിക്കുന്നു ഒരു ന്യായമുണ്ട്, ന്യായസിംഹാസനമുണ്ട്. എല്ലാവരും വിശ്വസിക്കുന്നു ദൈവമായിട്ടുള്ള നമുക്ക് നിൽക്കും. പക്ഷേ ഒരു നല്ല ഭൂരിപക്ഷം സഭകൾ റാപ്ചർ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഡോക്ട്രിൻ ഇല്ല റാപ്ചറിന്റെ. അതുകൊണ്ട് പെന്തക്കോസ് സഭകളും ഇവാഞ്ചലിക്കൽ സഭകളും ചില റീഫോം ചർച്ചസ് മാത്രം വിശ്വസിക്കുന്ന തനിമയുള്ള ഒരു സംഭവമാ റാപ്ചർ ഓഫ് ദ ചർച്ച്. ഈ റാപ്ചർ പഠിക്കുമ്പോൾ രണ്ട് സംഭവമാ. കർത്താവിന്റെ വരവ് വേറെ കാര്യം, റാപ്ചർ വേറെ കാര്യം. ഇത് രണ്ടും രണ്ടാ. കർത്താവിന്റെ വരവിന്റെ 1-ാം ഭാഗം മേഘത്തിൽ വരുന്നു, ഭൂമിയിൽ വരുന്നില്ല. 2-ാം ഭാഗത്തിൽ 7 വർഷത്തിന് ശേഷം പിന്നെ കർത്താവ് വരുന്നു. ഒലീവ് മലയിൽ തൻ്റെ കാലുകൾ താൻ ചവിട്ടുന്നു. ഒലീവ് മല 2 ആയി മാറുന്നു. അതൊരു വേറെ ഭാഗം. പക്ഷെ ഒരു നല്ല ശതമാനം സഭകൾ, മെയിൻ ലൈൻ ചർച്ചസ്, ഇത് 2ആയിട്ട് കാണാറില്ല. അവർ 1ആയിട്ടേ കാണുന്നുള്ളൂ. സ്പെഷ്യലി ആംഗ്ലിക്കൻ ചർച്ചസ്, ബാപ്റ്റിസ്റ്റ് ചർച്ചസിൽ പലരും,
പ്രസ്ബിറ്റേറിയൻ ചർച്ചസ്, പിന്നെ മെയിൻ ലൈൻ ചർച്ചസ്. AD 360 കഴിഞ്ഞിട്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് സഭകളുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, വെറുതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ആ സഭകൾ വിശ്വസിക്കുന്നില്ല റാപ്ചറിനെ കുറിച്ച്. അവർ പറയുന്ന റാപ്ചർ അല്ലെങ്കിൽ ഈ സഭ എടുക്കപ്പെടുന്നത്, ഈ എടുക്കപ്പെടുന്ന കാര്യം 1800 AD അല്ലെങ്കിൽ 18th സെഞ്ച്വറിയിൽ ജോൺ നെൽസൺ ഡെർബിയുടെ ഒരു ഇൻവെൻഷനായത്. അതുകൊണ്ട് പെന്തക്കോസ്റ്റ് സഭകൾ ജോൺ ഡാർബിന്റെ ഒരു ഇൻവെൻഷണൽ തിയറി മാത്രം വിശ്വസിച്ച് പിടിച്ചു നിൽക്കുന്ന ആ റാപ്ചർ. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്ത് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ അഭിമാനിക്കുന്നു, ഒരു പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്കകത്ത്, പെന്തക്കോസ്റ്റ് തിയോളജിയനായിട്ട്, പെന്തക്കോസ്റ്റ് സഭയ്ക്കകത്ത് നമ്മുടെ ഉപദേശത്തെ വിളിച്ചു പറയുവാൻ എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് 200 വർഷത്തിന്റെ പാരമ്പര്യമല്ല പെന്തക്കോസ്റ്റ് സഭയുടെ, അല്ലെങ്കിൽ 100 വർഷത്തെ പാരമ്പര്യമല്ല. നമ്മൾ 103 ഈ കൺവെൻഷൻ ആണെങ്കിൽ നമ്മുടെ പാരമ്പര്യം 103 200 അല്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിൽ ആരംഭിച്ച സഭയുടെ ആ പാരമ്പര്യത്തെ പിടിച്ചു നിന്ന്, അപ്പോസ്തല ഉപദേശത്തെ പിടിച്ചു നിന്ന് ഇന്നും വിളിച്ചു പറയുന്ന ഒറ്റ സന്ദേശമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അവൻ മേഘാരൂഢനായി വരുമ്പോൾ ദൈവസഭ മൊത്തം ഒരുമിച്ച് അവനെ എതിരേൽക്കാൻ നാം അവരോടൊപ്പം പോകും. അങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടം ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തെന്ന്. അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നാം വിളിച്ചു പറയും, നമുക്കിത് പറയാൻ ഒരു അപമാനവുമില്ല. മെയിൻ ലൈൻ ചർച്ചസ് ഇത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, ഏത് വിഭാഗം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമുക്ക് ഒരു തനിമ നൽകി തരുന്നത്, നമുക്ക് വിശ്വാസത്തിൽ ആവേശം നൽകി തരുന്നത്, നമുക്ക് ദൈവസഭയ്ക്കകത്ത് ഒരു പ്രത്യാശ നൽകി തരുന്ന ഏറ്റവും വലിയ വിഷയമാ the rapture of the church. വിശ്വസിക്കുന്ന സ്തോത്രം ചെയ്യാൻ പറ്റുമോന്ന്? ആമേൻ. അപ്പോൾ ഈ റാപ്ചർ ഓഫ് ദ ചർച്ചിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു തിയറിയിലേക്ക് ഞാൻ ഒന്ന് വരാം. പക്ഷെ അതിന് മുമ്പേ എനിക്ക് 2 പ്രത്യേകമായ 2 വാക്യങ്ങളാണ് എനിക്ക് നൽകപ്പെട്ടത്. ആ വാക്യത്തിൻ്റെ എക്സ്പോസിറ്ററി ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞതും, റൈറ്റ്? അത് 1 തെസ്സലോനിക്ക അതിൻ്റെ 4-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളാണ്. അത് തന്നെ അപ്പോൾ തന്നെ 1 കൊരിന്ത്യർ 15:52 ഇതിലേക്ക് നമ്മൾ വരും. വായിക്കുന്നില്ല, അതിലേക്ക് നമ്മൾ വരും. പക്ഷേ നമുക്കൊരു കാര്യം, ഈ സഭകൾ പലരും ഇത് വിശ്വസിക്കാതിരിക്കുമ്പോൾ, 200 വർഷം മുമ്പേ മാത്രമേ വിശ്വസിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ, എനിക്ക് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നാം എന്തും കൊണ്ട് റാപ്ചർ ഓഫ് ദ ചർച്ച് വിശ്വസിക്കുന്നു. ഏത് ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ, ഏത് ഉപദേശവും നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ, 1 കർത്താവായ യേശു ക്രിസ്തു അത് പഠിപ്പിച്ചിരിക്കണം. 2 അപ്പോസ്തലന്മാർ അത് പഠിച്ചിട്ട് അവർ പഠിപ്പിച്ചിരിക്കണം. 3 ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ അത് വിശ്വസിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യണം. 4 ദൈവവചനം അതിന് വ്യക്തമായി രേഖ തരണം. ഈ 4 കാര്യമുള്ള ഏത് കാര്യത്തെയും നാം ഉപദേശമായി കൈപിടിക്കും. അത് ഈ 4 ഒരുമിച്ച് നിൽക്കാത്ത ഒരു കാര്യവും നാം ഉപദേശമായി എടുക്കാറില്ല. അത് പ്രാക്ടീസസ് ആയി മാറാം, പക്ഷെ ഉപദേശമായി എടുക്കാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ റാപ്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഉൽപ്രാവണത്തെ കുറിച്ച് ആദ്യം കർത്താവായ യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? അപ്പോൾ ഈ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ 300+ പരാമർശങ്ങളുണ്ട്. 300 അധികം പരാമർശമുണ്ട്. എല്ലാ 25 വാക്യത്തിൽ ഒരു വാക്യം കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഓക്കെ, അത് മാത്രമല്ല പൗലോസ് എഴുതുന്ന എല്ലാ ലേഖനത്തിലും കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പുള്ളി എഴുതിയിട്ടുണ്ട്. 1 തെസ്സലോനിക്കൻ്റെ എല്ലാ ചാപ്റ്റർ അവസാനിക്കുന്ന കർത്താവിൻ്റെ വരവിനോട്. അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഒരു നല്ല ധാരണ അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. പക്ഷെ ആ ധാരണയുടെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നമുക്ക് പോകാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് എന്താ പഠിപ്പിച്ചത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ഒന്ന് പാരഫ്രൈസ് ചെയ്ത് ഞാൻ പറഞ്ഞാൽ, I go to prepare a place for you. I will come again and receive you to myself, that where I am, there you also be. മലയാളത്തിൽ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്.
ദൈവത്തിൽ വിശ്വസിപ്പീൻ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഞാൻ നിങ്ങളെ വിട്ടുപോകും, ശിഷ്യന്മാരോട് പറഞ്ഞു എന്റെ സമയം കായി, ഞാൻ ഇനി പോകാറായി എന്ന് പറഞ്ഞപ്പോൾ അവർ ആകെപ്പാടെ വിഷമിച്ചു. അപ്പൊ കർത്താവ് പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകണ്ട. അടുത്തത് ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അതെ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, അവിടെ തന്നെ ആ വേർഡ് ശ്രദ്ധിക്കുക, ഞാൻ പോയി ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും അതിന്റെ അർത്ഥം പിന്നെയും ഞാൻ തന്നെ വന്ന് എന്റെ അടുത്ത് നിങ്ങളെ ചേർക്കും. അപ്പൊ കർത്താവ് പറയുന്നു, കർത്താവ് തന്നെ ഓണർഷിപ്പ് എടുക്കുക. പോകുന്ന ഞാനാ, പ്രിപ്പയർ ചെയ്യുന്ന ഞാനാ, വരുന്നതും ഞാനാ, ചേർക്കുന്നതും ഞാനാ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഏറ്റവും വലിയ വാദം നമ്മൾ ഖണ്ഡിക്കുന്നത് അതിൻ്റെ ഈ ലോകത്തിൽ ദൂതന്മാർ വന്നിട്ടല്ല നമ്മളെ വീണ്ടെടുക്കുന്നത്. ദൂതന്മാരല്ല, മിഖായേൽ അല്ല, ഗാബ്രിയേൽ അല്ല. പക്ഷേ ഏറ്റവും വലിയ നമ്മുടെ രക്ഷകനാകുന്ന ത്രിത്വത്തിൽ രണ്ടാമതൻ കർത്താവായ യേശു ക്രിസ്തു, സ്വന്തം പിതാവിൻ്റെ പുത്രനാകുന്ന യേശു കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നു, ഞാൻ ഒരുക്കുന്നു, ഞാൻ എനിക്ക് വേണ്ടി പണിയുന്നു, ഞാൻ തന്നെ വരും, ഞാൻ തന്നെ നിന്നെ ശേഖരിക്കും, എന്നോടൊപ്പം നിന്നെ ഇരുത്തും. അങ്ങനെ വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവാകയാൽ, ഈ വാക്ക് വേറെ മനുഷ്യന്റെ അല്ല, ഡയറക്റ്റായി യേശു ക്രിസ്തുവിന്റെ ആകയാൽ, ഇന്ന് രാത്രിയിൽ ഈ ഷാമ്യാനയുടെ താഴെ ഇരിക്കുന്ന എന്റെ വോയിസ് ഞാണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഈ വാഗ്ദത്തം ചെയ്തത് വേറെ ആരുമല്ല, ഒരു അപ്പോസ്തലനുമല്ല, ഒരു ചർച്ച് ഫാദർ അല്ല, ഒരു ദൂതനല്ല, പക്ഷേ നമ്മുടെ സ്വന്തം രക്ഷിതാവാകുന്ന, നമുക്ക് വേണ്ടി പ്രാണനെ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തു, അവൻ നൽകി തന്ന വാഗ്ദത്തമാകിയാൽ ആ കരങ്ങൾ തട്ടി ആത്മനിറവിൽ അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് പ്രത്യാശ ഭംഗം വരണ്ട, പ്രത്യാശക്ക് കുറവ് വരണ്ട. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണല്ലോ. അവൻ വാക്കുമാർന്ന ദൈവമല്ല. ആകാശത്തെയും ഭൂമിയെയും തന്റെ വാക്കിനാൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വന്നിരിക്കും. ആമേൻ. രണ്ടാമത്തെ കാര്യം, പേഴ്സണലി കർത്താവ് വരുമെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചേ, കർത്താവ് പറയുന്ന കാര്യം മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 24-ാം അധ്യായം 40 തൊട്ട് 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നില്ല. പക്ഷേ അതിന്റെ ജസ്റ്റ് പറയാം. 2 പേര് ഒരുമിച്ച് കിടക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാളിനെ ഉപേക്ഷിക്കും. 2 പേര് വയലിലായിരിക്കുന്നു, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അപ്പൊ ഇത് കൈവിടപ്പെടും. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചേ, സെലക്റ്റീവ് റാപ്ചർ. അതിന്റെ അർത്ഥം 2 പേരുള്ളപ്പോൾ ഒരാൾ മാത്രമേ പോകത്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കർത്താവായ യേശു ക്രിസ്തു ഞാൻ വരുമ്പോൾ എടുക്കപ്പെടുന്ന ജനത്തിന്റെ ഒരു നേച്ചർ പറയാം. നാം ഒരുമിച്ച് നിൽക്കുന്നതും കൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകണം എന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ ഒരു ഷാമ്യാനയ്ക്കകത്ത് ആയിരങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ 1000 മൊത്തം പോകുമെന്ന്? ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഒരു സെലക്റ്റീവ് റാപ്ചർ സംഭവിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞവൻ തന്നെ, നമ്മളെ ചേർക്കാമെന്ന് പറഞ്ഞവൻ തന്നെ, അവൻ തന്നെ പറയുക, സെലക്റ്റീവാ, കളക്റ്റീവ് അല്ല. ഇന്ന് രാത്രിയിൽ കളക്റ്റീവായി എല്ലാവരെയും കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് റാപ്ചർ അല്ല. അവനിൽ വിശ്വസിക്കുന്ന, വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്ന, നിഷ്കളങ്കമായിരിക്കുന്ന ഒരു സഭയെ തന്നോടൊപ്പം ചേർക്കാൻ അവൻ വേഗത്തിൽ വേഗം വരുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളെ, അല്പനേരം ദൈവത്തെ സ്തോത്രം ചെയ്ത് അവൻ ഇത് സെലക്റ്റീവായി പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ ഈ വേദിയിൽ കൂടി വിളിച്ചു പറയട്ടെ, അത് തിരുവല്ലയിൽ മാത്രമല്ല, ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന ഓരോ സഭകളോടുള്ള ദൂത, ഹല്ലേലൂയ, കർത്താവ് വരുന്നത് കളക്റ്റീവായി ഒരു ഗ്രൂപ്പ് റാപ്ചറിന് വേണ്ടിയല്ല. പേഴ്സണലി നിന്നെ സെലക്ട് ചെയ്ത് നിന്നെ കൊണ്ടുപോകുന്ന അഗ്നി ജ്വാലകതക്ക
കണ്ണുള്ളവൻ, നിന്റെ ഹൃദയത്തിലെ നിലവുകളെ അറിയുന്നവൻ, നിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്നവൻ, അവൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. അവൻ വരാത്തതും കൊണ്ട്, അവൻ ഇതുവരെ വരാത്തതും കൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാ. ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് റിഡംഷൻ ആയതുകൊണ്ട് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടണം. ചില കണ്ണുകളിനകത്തുനിന്ന് അന്ധകാരം മാറട്ടെ, അവിശ്വാസത്തിന് അന്ധകാരം മാറട്ടെ, എല്ലാ അന്ധകാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില കണ്ണുകൾ തുറക്കട്ടെ. ഹല്ലേലൂയ. പാപത്തെ താലോലിച്ച് എന്തും ചെയ്യാം, എങ്ങനെയും പോകാം, എന്തും കഴിക്കാം, എന്തും കുടിക്കാം, എന്തും കാണാം, എന്തും ചെയ്യാം എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, സെലക്റ്റീവായത്. ഇത് ദൈവാത്മാവിയോട് പ്രവർത്തിക്കട്ടെ. നമ്മുടെ കണ്ണുകളുടെ ഇരുട്ടൊന്ന് മാറട്ടെ. പാപത്തെ താലോലിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. അവന്റെ വരവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിടപ്പെട്ട ഒത്തിരി പേരുണ്ട്, തള്ളപ്പെട്ട ഒത്തിരി പേര് കാണും. അതിനകത്ത് എന്റെയും നിന്റെയും പേര് ഈ 103ാമത്തെ കൺവെൻഷന്റെ ഇത്രയും പ്രസംഗം കേട്ടിട്ട് വിടപ്പെടപ്പാൽ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ടല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടാ. ഇന്ന് ചിലരെ കർത്താവ് ഉണർത്തട്ടെ. ഇന്ന് ദൈവത്തിലെ പരിശുദ്ധാത്മ ചിലരെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മ ചില കണ്ണുകളെ ഒന്ന് തുറക്കട്ടെ. ചിലരെ എല്ലാ ലേസിനെസ് മാറട്ടെ. നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറയുന്ന വാക്ക് മാറട്ടെ. അവൻ എപ്പോൾ വരും ആരും അറിയുന്നില്ല. മൂന്നാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത് ലൂക്കോസ് 17:27-29 വരെ വായിക്കണ്ട. ഇങ്ങനെ പറയുന്നത്, നോഹയുടെ കാലത്തിലൂടെ നടന്നതുപോലും ലോത്തിന്റെ കാലത്തിൽ നടന്നതുപോലും ആയിരിക്കും കർത്താവിൻ്റെ വരവ്. നമുക്കറിയാം, ഇത് ഭാഗം അറിയാം, അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. അപ്പൊ ഇത് ലോത്തിന്റെയും നോഹയുടെയും കാലം പറയുമ്പോൾ അതിന്റെ കാരണം എന്തുവാ? കർത്താവ് ഒരു വലിയ മിസ്റ്ററി ഇവിടെ പറയുന്നത്. ദാറ്റ് മീൻസ് ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോഴും 103ാം കൺവെൻഷനിൽ ഈ 1ാം രാത്രി മുതൽ ഈ രാത്രി വരെ ഇത്രയും കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോഴും നമ്മളൊക്കെ ഇത് കേട്ടിട്ട് ഇൻഡിഫറൻ്റ് ആയി. അതിൻ്റെ അർത്ഥം ഇത് കേട്ടിട്ട് ഒരു കൂസലുമില്ലാതെ ഇന്നും നമ്മൾ ഇടപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കൺവെൻഷൻ ഗ്രൗണ്ട് ഇരിക്കുമ്പോൾ ഇവിടെ എത്ര ഇടപാടുകളാണ് നടക്കുന്നത്. ഒരു സൈഡ് അവിടെ ബിസിനസ് നടക്കുന്നു, വിൽപ്പനകൾ നടക്കുന്നു, പെണ്ണുകാണിയിൽ നടക്കുന്നു, ചെറുക്കൻ കാണിയിൽ നടക്കുന്നു. ഇതിനിടയ്ക്ക് പല കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. ഒരു കാര്യത്തെ വിളിച്ചു പറയട്ടെ, നമ്മുടെ ഇടപാടുകൾ നടക്കുമ്പോൾ നോഹയുടെ കാലത്തും ഈ ഇടപാട് നടന്നു, ലോത്തിന്റെ കാര്യത്തിലും ഇടപാട് നടന്നു. അവർ വിവാഹത്തിന് വേണ്ടി കൊടുത്തു, വിവാഹത്തിന് വേണ്ടി വാങ്ങിച്ചു. ആ പ്രസംഗം നോഹ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ ബിസിനസ് ഇടപാടുകളാണ് നടന്നത്. വേദിയിലിരിക്കുന്ന ദൈവദാസന്മാരായിക്കോട്ടെ, എന്റെ സദസ്സിലിരിക്കുന്ന ദൈവമക്കളായിക്കോട്ടെ, ദൈവിക ശുശ്രൂഷകളുടെ മധ്യത്തിൽ വേറെ ഇടപാടുകൾ വേണ്ട. ഇന്ന് രാത്രിയിൽ ഒന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ, ആത്മനിറവിലുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ വേറെ ഇടപാടുകൾ വേണ്ട. എല്ലാ ഇടപാടുകൾ വിട്ടിട്ട് അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ ജയിക്കുവാൻ ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. ചിലരുടെ മനസ്സ് തുറക്കട്ടെ, ചിലരുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. പാപത്തെ വിട്ടുകൊണ്ട്, എല്ലാ വിധമായ ഡിവിഷനെ വിട്ടുകൊണ്ട്, എല്ലാ ഡിവിഷനെയും, എല്ലാ പോളിറ്റിക്സിനെയും, എല്ലാ ഇടപാടിനെയും മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയോട് വിളിച്ചു പറയട്ടെ, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ, ഇത്രയും കാതലായ കാര്യം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇതിന് ചെവി കൊടുക്കാതെ അവിടെയും ഇവിടെ നടക്കുന്ന ഇടപാടുകൾ നിന്നോട് ദൈവത്രിയാത്മാവ് സംസാരിക്കുന്നു. അവൻ വരുമ്പോൾ നീ അവനോടൊപ്പം പോകയില്ല. ദൈവ ഭയം വരട്ടെ, ദൈവത്തിന്റെ ഭയം ഇറങ്ങട്ടെ, ജനം ദൈവ ഭയത്തിൽ നിറയട്ടെ, ദൈവത്തെ സാക്ഷാൽ കാണട്ടെ.
രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. എനിക്കറിയാം, എനിക്ക് ആരാധിക്കാൻ ആവേശമുണ്ട്, പക്ഷെ ദൈവവചനത്തോട് വിശ്വസ്തത കാണിക്കണമല്ലോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം കൂടിയുണ്ട്. നോഹയുടെയും ലോത്തിന്റെയും കാര്യം പറയുമ്പോൾ കർത്താവ് വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, വലിയ അപകടം വരുന്ന മുമ്പേ തൻ്റെ പ്രിയപ്പെട്ടവരെ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, ശേഷിപ്പായ അവരെ അവൻ ആ വലിയ ക്ലേശത്തിലേക്ക് പോകാൻ അനുവദിച്ചില്ല. ഹല്ലേലൂയ. ഒരു പെട്ടകം ഒരുക്കി നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. ലോത്തിനെ റാഞ്ചി, ദൈവത്തിന്റെ ആത്മാവോട് ചെന്ന് ദൂതന്മാർ ചെന്ന് റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു, പിടിച്ചോണ്ട് പോകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയുക, ഞാൻ വരുന്ന കാലഘട്ടത്തിൽ, ഞാൻ വരുമ്പോൾ എനിക്കൊരു ശേഷിപ്പുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റത്തില്ല, അവരെ പിടിച്ചു നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. ആ ശേഷിപ്പിനെ ഞാൻ റാഞ്ചി കൊണ്ടുപോക്കോളും, റാഞ്ചി കൊണ്ടുപോക്കോളും. അവനെ പിടിച്ചു നിർത്താൻ ഈ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല, ഒരു വ്യക്തിക്കും പറ്റത്തില്ല. നിന്നെ തടസ്സപ്പെടുത്തുവാൻ അന്ധകാരത്തിലെ മണ്ഡലങ്ങൾ എത്ര വാദഗതി ഒരുക്കിയാലും നിന്നെ റാഞ്ചി കൊണ്ടുപോകാൻ എന്റെ ദൈവം പ്രത്യാശ വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. നിന്നെ വിടുകയില്ല എന്ന് വാദിക്കുന്ന എല്ലാ അന്ധകാരത്തിലെ മണ്ഡലങ്ങളെ നിന്നെ പാപത്തിനകത്ത് അമർത്തി, നിന്നെ ശാപത്തിനകത്തൊക്കെ അമർത്തി, നിന്നെ തള്ളിക്കളയാൻ നോക്കുന്ന ദുഷ്ടന്റെ പോരുകളോട് കർത്താവ് പറഞ്ഞത്, ഞാൻ റാഞ്ചുമ്പോൾ അതാർക്കും നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ റാപ്ചർ ഓഫ് ദ ചർച്ചിനകത്ത് കർത്താവ് തന്നെ പറയുക, നിന്നെ ഞാൻ പീഡനത്തിൽ കൂടി കടത്തി വിടുകയില്ല. ആമേൻ. ആയിക്കോട്ടെ, പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ ഒക്കെ വാദം അവിടെ ഇരിക്കട്ടെ. ഇന്ന് ഡിബേറ്റ് അതിനു വേണ്ടി ഉള്ളതല്ല. പക്ഷെ നാം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ തൻ്റെ ജനത്തെ അധികം കഷ്ടത്തിൽ, മഹോദരവ കാലത്തിൽ അവൻ തള്ളിക്കളയുകയില്ല. അതിനു മുമ്പിൽ റാഞ്ചി കൊണ്ടുപോകും. നാം വെയിറ്റ് ചെയ്യുന്ന അന്ത്യക്രിസ്തുവിന് വേണ്ടി അല്ലെന്നേ, നാം വെയിറ്റ് ചെയ്യുന്ന അന്ത്യക്രിസ്തുവിന് വേണ്ടി അല്ല, നാം വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ നാഥനാകുന്ന നമ്മുടെ കർത്താവിനെ വെയിറ്റ് ചെയ്യുന്നത്. അന്ത്യക്രിസ്തുവിനെ കാൽക്കുലേഷൻ ചെയ്യുന്നൊക്കെ മാറ്, അവൻ വരും, അത് പിന്നെ വരുന്നത്. അതിനു മുമ്പിൽ ഞാൻ അവരോടൊപ്പം. ആമേൻ. ഇത് കർത്താവിന്റെ ടീച്ചിങ്ങാ. ഇനി അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് പോകണം, സമയം ഓടിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ നിർത്തുക കേട്ടോ. അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങിലേക്ക് പോകാം. അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങിലാണ് നമ്മൾ ഈ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16 മുതലുള്ള 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ പോകുന്നത്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ 1 തെസ്സലോനിക്ക എന്നുള്ള ഈ ലേഖനം എഴുതപ്പെടുന്നത് AD 50, കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് AD 36-37 ആണെങ്കിൽ വെറും 15 വർഷത്തിനുള്ളിൽ, 12 വർഷത്തിനുള്ളിൽ അടുത്ത ലേഖനം വന്നു. 1-ാമത്തെ ലേഖനമായിട്ട് ഇതൊക്കെ പറയാറുണ്ട്. 1-ാമത്തെ ലേഖനം 1 തെസ്സലോനിക്കയാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പോയിട്ട് അധികം നാളൊന്നും ആയില്ല. കർത്താവ് പോയിട്ട് അധികം നാളായില്ല. 1 തെസ്സലോനിക്ക 4:16 അല്ല വായിക്കേണ്ടത്, ആക്ച്വലി വായിക്കേണ്ടത് 15. ഒന്ന് ശ്രദ്ധിച്ചു വന്ന് 15 എന്തുവാണെന്ന്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ, കർത്താവിന്റെ വചനത്താലാ പറയുന്നതാ പൗലോസ് പറയുന്നത്. ദാറ്റ് മീൻസ് പൗലോസ് പറയുക, ഞാൻ ഇനിയും പറയാൻ പോകുന്ന കാര്യം കർത്താവ് പറഞ്ഞതാ. പൗലോസും കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞതാ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാര് കൈമാറിയത് തന്നെ സ്വന്തമായി ചില ചിന്തകളല്ല, അവരുടെ മനസ്സിൽ വന്ന ചില ചിന്തകളല്ല. കർത്താവ് പഠിപ്പിച്ചതും കർത്താവ് പറഞ്ഞതും കർത്താവ് കാണിച്ചതും അത് വരച്ച് കാണിച്ച അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ വിശ്വസിക്കുന്ന പെന്തിക്കോസ് സഭയുടെ എല്ലാ പെന്തിക്കോസ് വിശ്വാസികളെ അഭിമാനത്തോട് നമ്മളെ കർത്താവിനെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ.
ഇത് സഭാ സ്പിരിറ്റ് അല്ല, സഭാ സ്പിരിറ്റ് അല്ല, പക്ഷെ കർത്താവിന്റെ സ്പിരിറ്റാ. എന്താണെന്നറിയാമോ? വെറുതെ ആരും പറഞ്ഞതല്ല ഞങ്ങൾ ഇവിടെ അംഗീകരിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന കർത്താവ് പറഞ്ഞതും അവൻ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ എടുത്തതും. ഒന്ന് കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ കർത്താവ് എന്താ പഠിപ്പിച്ചത്? 16 പോകാം. കർത്താവ് പഠിപ്പിച്ച കാര്യം 16 പോകാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. ഒരു മിനിറ്റ്, ഒന്നാമത്തെ കാര്യം പഠിപ്പീരും. കർത്താവ് പഠിപ്പിച്ച തന്നെ ഈ റിട്ടേൺ പേഴ്സണലി കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. കർത്താവ് തന്നെയല്ലേ പഠിപ്പിച്ചത്? അപ്പോസ്തലന്മാരും അതാ പഠിപ്പിച്ചത്. ഈ റിട്ടേൺ കർത്താവ് വരുന്നത് അത് വേറെ ആരും അല്ല, ദൂതന്മാരല്ല, വലിയ മിക്കായേലും ഗാബ്രിയേലും ഒന്നും അല്ല. കർത്താവ് താൻ ഗംഭീര നാദത്തോടും, എല്ലാവരും ചേർത്ത് പറയാമോ? ഗംഭീര നാദത്തോടും പ്രധാന ദൂത ശബ്ദത്തോടും പിന്നെ ദൈവത്തിന്റെ. അപ്പോൾ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. തന്റെ ഒരു ഗംഭീര നാദമുണ്ട്. അത് മാത്രമല്ല, എന്താ? പ്രധാന ദൂതന്റെ ശബ്ദമുണ്ട്. പിന്നെ ഒരു വലിയ ദൈവത്തിന്റെ ഒരു കാഹളമുണ്ട്. ഈ 3 കാര്യം നമ്മൾ കുറച്ചു മുമ്പേ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പോകുന്നു, വീടൊരുക്കാൻ വേണ്ടി, സ്ഥലം ഒരുക്കാൻ വേണ്ടി പോകുന്നു. ഇത് എബ്രായ വിവാഹത്തിന്റെ പശ്ചാത്തലം എഴുതപ്പെട്ട സംഭവമാണ്. കർത്താവ് എബ്രായ ഒരു വിവാഹത്തെ കുറിച്ച് പഠിപ്പിക്കും ഇവിടെ. എബ്രായ വിവാഹത്തിൽ ഒരു ചെറുക്കനും ഒരു പെണ്ണും ഇവർ തമ്മിൽ ഒരു വിവാഹം നിശ്ചയം ചെയ്തു കഴിഞ്ഞാൽ, നിശ്ചയം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവര് വീഞ്ഞു കുടിക്കും. ആ പെൺകുട്ടി അവിടുത്തെ ഇദ്ദേഹം കൊടുക്കുന്ന ഒരു വീഞ്ഞുണ്ട്. ആ വീഞ്ഞു കുടിക്കുന്ന അർത്ഥം ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്നാ. അത് കഴിഞ്ഞിട്ട് ഈ മണവാളൻ വീഞ്ഞു കുടിക്കാറില്ല. മണവാളൻ പറയും, ഞാൻ വീഞ്ഞു കുടിക്കും, നിന്നെ മണിയറയിൽ കൊണ്ടുവന്ന നാളിൽ ഞാൻ വീഞ്ഞു കുടിക്കും, അത്രയും നാൾ ഞാൻ വീഞ്ഞു കുടിക്കത്തില്ല. അപ്പോൾ ആ മണവാളൻ ഈ ബെട്രോത്തൽ അല്ലെങ്കിൽ ഉറപ്പിന് ശേഷം താൻ പിതാവിന്റെ ഭവനത്തിൽ മടങ്ങി പോകാറുണ്ട്. പിതാവിന് ഒത്തിരി സ്ഥലമുണ്ട്, പക്ഷെ താൻ ഒരു സ്ഥലം തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ വേണ്ടി താൻ ഒരുക്കും. ഇതൊരു നോർമൽ സംഭവമാണ്. യഹൂദ വിവാഹത്തിൽ നടക്കുന്ന ഒരു നോർമൽ സംഭവമാണ്. ആ ഒരു നോർമൽ സംഭവമാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്നത്. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അപ്പം ഞാൻ പോയി അതിനുവേണ്ടിയെല്ലാം ഒരുക്കുന്നു. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ വിവാഹങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നടക്കുന്ന ഒരു സംഭവമുണ്ട്. അത് യഹൂദ മതത്തിൽ അവരുടെ ഇടയിലുള്ള കൾച്ചറാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മണവാളൻ്റെ കൂട്ടരുണ്ട്. ഈ കൂട്ടരും മണവാളനും ആക്ച്വലി എപ്പോഴാണ് പോകേണ്ടത് എന്ന് മണവാളനല്ല പറയുന്നത്. അപ്പൻ ഈ ഒരുക്കമെല്ലാം നോക്കിയിട്ട് അപ്പൻ ഡിസൈഡ് ചെയ്യണം, നിന്റെ ഒരുക്കമെല്ലാം കറക്റ്റാ. അപ്പം പറയും, നൗ ഗോ ഗെറ്റ് ദ ബ്രൈഡ്, നൗ ഗോ ഗെറ്റ് ദ ബ്രൈഡ്, പോയി മണവാട്ടിയെ കൊണ്ടുവരാം എന്ന് അപ്പൻ പറയുമ്പോൾ, ഈ മണവാളൻ അവിടെ ആൾക്കാരൊന്നും അറിയത്തില്ല, മണവാട്ടിൻ്റെ അപ്പനും അറിയത്തില്ല ഇതൊന്നും. പക്ഷെ അവരോട് ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും ഒരുങ്ങി നിൽക്കണം എന്ന് മാത്രമേ പറയത്തുള്ളൂ. ഏത് സമയത്ത് വരും മണവാളൻ ഈ തൻ്റെ ആൾക്കാരുമായിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു മ്യൂസിക് ബാൻഡും അവർ ഷോഫാറൊക്കെ ഉറക്കെ ഒന്ന് വായിച്ച് ഈ പോകും. അവിടെ തന്നെ വേറെ കാര്യം, അപ്പനോട് ചെന്ന് ചോദിച്ചിട്ടല്ല മണവാളൻ മണവാട്ടിയെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ അവർ നോക്കിയാൽ മതി, അവർ പലരും ചെയ്യുന്നത്, ആ മണവാട്ടി താമസിക്കുന്ന റൂം എവിടാ, അവിടെ മിക്കവാറും ഒരു ലാഡറൊക്കെ വെച്ചിട്ട് അദ്ദേഹം കയറി റാഞ്ചി കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. ആക്ച്വലി ആ കോണ്ടെക്സ്റ്റ് തന്നെയാണ് കർത്താവ് ഇവിടെ എടുക്കുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുന്നത് ഇങ്ങനെ പറയുന്നത്, ഞാൻ കർത്താവ് തന്നെ ഗംഭീരനാഥ്. ഒന്നത്. 2, ഈ റാപ്ചറിന് വേണ്ടി തയ്യാറാകുമ്പോൾ റാപ്ചറി സംഭവിക്കുന്ന അപ്പോസ്തോലിക് ടീച്ചിങ്ങിൽ 2ാമത്തെ കാര്യം, അതിനെ 16 B വായിച്ചു ഒന്ന്. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പോൾ ഇവിടെ വായിക്കുന്ന 2ാമത്തെ കാര്യം, കർത്താവ് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് മരിച്ചവർ ആ ഭാഗം വിടുന്നു. കർത്താവ് ദാസൻ പാസ്റ്റർ ബിജു അത് പറഞ്ഞു, ഞാൻ ആ ഭാഗം വിടുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. റൈറ്റ്, അതാ 2ാമത്തെ കാര്യം. പിന്നെ തേർഡ് തിങ്, ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ
മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മുടെ ഏറ്റവും വലിയ വിഷയം അവിടെ, മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വാക്യം ആരോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യം ഹർപാസോ എന്നുള്ള ഗ്രീക്ക് വേർഡ്, അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ തന്നെ, റാഞ്ചി കൊണ്ടുപോകുന്നു, സ്നാച്ചിങ് അവേ, സ്വിഫ്റ്റിങ് അവേ, ഒരു ഡിറക്ഷനും ഇല്ലാതെ ബൈ ഫോഴ്സ് എടുത്തുകൊണ്ട് പോകുന്നു. ഹർപാസോ എന്നുള്ള വാക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ 14 പ്രാവശ്യമുണ്ട്. 14 പ്രാവശ്യമുണ്ട്. 14 നിന്ന് 2 ഞാൻ എടുത്തു പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ത് വന്നു. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തിയതിനു ശേഷം പിന്നെ അവനെ ഒരു ചുള്ളിക്കാറ്റ് വന്നിട്ട് അവനെ എടുത്തു ഡിസപ്പിയർ ആയി. അവിടെ ഉപയോഗിച്ച വാക്കാ ഹർപാസോ. ടീക്ക്. രണ്ടാമത്തേത് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ എഴുതുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 12 എഴുതുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തിൽ ഹർപാസോ എടുക്കപ്പെട്ടു. അങ്ങനെ ആരെങ്കിലും ചോദിക്കുക, ആരെങ്കിലും കണ്ടിട്ടോ ഇങ്ങനെയൊക്കെ കാര്യം നടക്കുമോ? ഗ്രാവിറ്റേഷണൽ പുള്ളൊന്നും വേണ്ട കർത്താവിന്റെ ദാസനെ. ഒരു ഗ്രാവിറ്റേഷൻ പുള്ളുമില്ലാതെ നമ്മുടെ കർത്താവ് 1 അല്ല 2 അല്ല 14 ഇതുപോലത്തെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ തന്നിട്ടുണ്ട്. ദൈവസഭയ്ക്ക് ഹർപാസോ ഒരു പുതിയ സംഭവമൊന്നും അല്ല. ആരെങ്കിലും പറയുവാ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പറയണം, ഫിലിപ്പോസിനെ ഡിസപ്പിയർ ചെയ്ത ഒരു ദൈവമുണ്ടെങ്കിൽ, പൗലോസിനെ 3-ാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടെങ്കിൽ, അവൻ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ജീവനുള്ള നാം അവനോടൊപ്പം ഹർപാസോ അവനോടൊപ്പം എടുക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ. ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം, വേദപുസ്തകം തെറ്റിപ്പോയി. വേദപുസ്തകം തെറ്റിട്ടില്ല. 2 അല്ല 14 ഇപ്രകാരത്തെ പ്രയോഗങ്ങൾ കർത്താവിന്റെ വചനത്തിലുള്ളപ്പോൾ ഞാൻ എടുക്കപ്പെടും എന്ന് നല്ല ഉറപ്പുള്ള ദൈവമക്കൾ അല്പനേരം ആത്മനിറവിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ആത്മനിറവിൽ. ഹല്ലേലൂയ. അവിശ്വാസങ്ങൾ മാറട്ടെ, ജനത്തിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവ് വരും, പറഞ്ഞവൻ വരും, അവൻ മാറുകയില്ല. അവൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ he will take. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് 200 വർഷത്തിന്റെ പഴക്കമോ 100 വർഷത്തിന്റെ പഴക്കമല്ല. യേശു കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പ്രവൃത്തി കാണിച്ചതും അതാ നമ്മുടെ പാരമ്പര്യം. വിശ്വസിക്കുന്ന ദൈവമക്കളെ ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പിതാക്കന്മാർ എന്ന് പറയുന്നത് 200-300 വർഷം പഴക്കമുള്ള നേതാക്കന്മാരല്ല. അവരെ നമ്മൾ സ്നേഹിക്കുന്നു, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ പിതാക്കന്മാർ, അപ്പോസ്തല പിതാക്കന്മാരും ദൈവസഭയുടെ പിതാക്കന്മാർ, അത് മറന്നു പോകല്ലേ. അവരെ നമുക്ക് അതിര് വെച്ച് തന്നത്, അവരാ നമ്മളെ പഠിപ്പിച്ചത്. പെന്തിക്കോസ് ദൈവസഭ അപ്പോസ്തോലിക് അസെഷനെ അല്ല വിശ്വസിക്കുന്നത്, അപ്പോസ്തോലിക് ടീച്ചിങ്ങിനെയാണ് വിശ്വസിക്കുന്നത്. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ എന്താ ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം. 1 കൊരിന്ത്യർ 16:22 ആദ്യ നൂറ്റാണ്ട് സഭ ചെയ്ത എന്തുവാ? അവര് ആദ്യ സഭയിലുള്ള ആൾക്കാർ അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഓ ലോർഡ് കം സൂൺ. ആമീൻ. കർത്താവേ വേഗം വരണമേ ഒക്കെ നമ്മൾ പറയും. അതിൻ്റെ ആരമിക് ഭാഷയിൽ അവർ പറയുന്നത് മാറാനാഥ. ഇന്ന് ചില ദേവദാസന്മാരൊക്കെ പറയാറുണ്ട് മാറാനാഥ. ഇന്ന് മറന്നുപോയ ഒരു ശബ്ദമാണ്. നമ്മുടെ സഭകൾ മുഴങ്ങട്ടെ, മാറാനാഥ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. 103-ാം ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ചു പറയണം, മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. വിശ്വസിക്കുന്ന ജനമുണ്ടെങ്കിൽ മാറാനാഥ വിളിച്ചു പറയാൻ പറ്റുമോ? മാറാനാഥ. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ട് സഭ തയ്യാറായി. അവർ പറഞ്ഞ എങ്ങനെ? അന്ന് ദൈവവചനം വിശ്വസിച്ചവർ സ്നാനപ്പെട്ടവർ സഭയിൽ ചേർന്നവർ അപ്പോസ്തോലിക ഉപദേശം കൈക്കൊണ്ടവർ അവര്
കൂട്ടായ്മ ആചരിച്ചവർ എന്തോ ചെയ്തു? അപ്പം നുറുക്കിയവർ എന്തോ ചെയ്തു? പ്രാർത്ഥനയിൽ കഴിഞ്ഞു. അങ്ങനെ അവർ കർത്താവിന്റെ വരവിനോട് ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 3 സംഭവം ഒരുമിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഈ റാപ്ചർ എങ്ങനെയാണ് നടക്കുന്നത്? 1, ക്രിസ്തു വരുന്നു. 2, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. 3, ജീവനോടിരിക്കുന്ന നാമോ രൂപാന്തരപ്പെടുന്നു. അത് ട്രാൻസ്ഫിഗറേഷൻ എന്ന് പറയുമ്പോൾ കർത്താവ് ട്രാൻസ്ഫിഗർ ആയതുപോലെ, കർത്താവ് രൂപാന്തരപ്പെട്ടതുപോലെ തന്നെ നാം രൂപാന്തരപ്പെടും. അത് മാത്രമല്ല, രൂപാന്തരപ്പെട്ടിട്ട് അതിനെ 1 തെസ്സലോനിക്കർ 4:17 എഴുതിക്കുന്നത് എന്തുവാ? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിർക്കുവാൻ മേഘത്തിൽ എടുക്കപ്പെടുന്നു. ദൈവമക്കളെ, ഒലീവ് മലയിൽ വരുന്ന സംഭവം അല്ല ഇത്. ഒരു മഹോപദ്ര കാലത്തിലേക്ക് നീ പോകാതിരിപ്പാൻ, സഭ അധികം പീഡനത്തിലേക്ക് പോകാതിരിപ്പാൻ, അവൻ നമ്മളെ രക്ഷിക്കുവാൻ ഏറ്റവും വലിയ പദ്ധതിയാ. താൻ സ്നേഹിക്കുന്ന തന്റെ മണവാട്ടി കഷ്ടത സഹിക്കാതിരിക്കാൻ, വേദനയ്ക്കകത്ത് പോകാതിരിപ്പാൻ, അന്തിക്രിസ്തുവിന്റെ വാഴ്ചയിൽ ഇരിക്കാതിരിപ്പാൻ, തന്റെ മണവാട്ടിയായ സഭയെ താൻ ചേർക്കുവാൻ മേഘത്തിൽ വരുന്നു. നാം അവനോടൊപ്പം മേഘത്തിലായിരിക്കും. പിന്നുള്ള കാലം, ഹല്ലേലൂയ, അവനോടൊപ്പം നാം എന്നേക്കും വസിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ച് അതാ എറ്റേർണൽ യൂണിയൻ, നിത്യമായി നാം അവനോടൊപ്പം വാഴും. അതുകൊണ്ട് ദൈവമക്കളെ, 7 വർഷത്തെ മഹോദ്രവകാലമുണ്ട്. അതിനുശേഷം കർത്താവ് ഒലിവ്മല വരുമ്പോൾ, അന്ന് അവൻ വരുന്നത് മണവാട്ടി സഭയ്ക്ക് വേണ്ടിയല്ല, അന്ന് അവൻ വരുന്നത് മണവാട്ടിയോട് കൂടെയാ. ആദ്യം വരുന്നത് മണവാട്ടി സഭയ്ക്ക് വേണ്ടിയാ, പിന്നെ വരുന്നത് മണവാട്ടിയോട് കൂടെയാ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തോത്രം ചെയ്തേ. അതുകൊണ്ട് ദൈവസഭ എന്ത് ചെയ്യണം? 5 കാര്യം വേഗത്തിൽ പറയട്ടെ. 1-ാമത്തെ കാര്യം, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വിശുദ്ധിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 3:2, അവൻ വിശുദ്ധനാകയാൽ നാമും വിശുദ്ധരായി തീർപ്പീൻ, അവരവരെ വിശുദ്ധീകരിപ്പീൻ. അവൻ വരുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വേണ്ടിയാകയാൽ, ഹല്ലേലൂയ, ഒരു കളങ്കമില്ലാത്ത, ഒരു നിഷ്കളങ്കമായ, മാലിന്യമില്ലാത്ത, കറ ചുരുക്കമൊന്നുമില്ലാത്ത ഒരു മണവാട്ടി സഭയെ അവൻ ചേർക്കാൻ വരുമ്പോൾ, ഞാൻ ഇന്ന് സദസ്സിനോട് ചോദിക്കട്ടെ, അങ്ങനെയുള്ളവരുടെ പേരിൽ എൻ്റെ പേര് കാണുമോ? നിങ്ങളുടെ പേര് കാണുമോ? ദൈവദാസന്മാർ ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരുടെയും പേരുണ്ടെന്നോ, നിങ്ങളുടെ എല്ലാവരുടെയും പേരുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും പേരും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ ഒരു നിമിഷം ഉള്ളം തുറന്ന് കരഞ്ഞ് നിലവിളിക്കാമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും തന്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ ശുദ്ധീകരിച്ച് എല്ലാം നിഷ്കളങ്കമാക്കി, ഹല്ലേലൂയ, അവനെ പ്രസാദകരമായ നിർമ്മല കന്യാക്കി മാറ്റുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന മക്കൾ അത്ഭുത ദൈവത്തെ സ്തോത്രം ചെയ്തേ. 2-ാമത്തെ കാര്യം, ആത്മപൂർണനായിരിപ്പീൻ, ആത്മാവിൽ ജ്വലിച്ച് ആത്മപൂർണനായിരിപ്പീൻ. 3-ാമത്തെ കാര്യം, പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരിപ്പീൻ. 4-ാമത്തെ കാര്യം, ദൈവത്തിന്റെ ഈ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റം വരെ എത്തിക്കുവാൻ നാം താല്പര്യപ്പെട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിൽ കൂടി പഠിപ്പിക്കുന്നു. 4-ാമത്തെ കാര്യം, encourage each other. ഈ ഒരു കാര്യം പഠിപ്പിച്ച് ഭീഷണിപ്പെടുത്തുവാൻ കർത്താവിന്റെ ആത്മാവ് പഠിപ്പിച്ചിട്ടില്ല. ഈ ഒരു കാര്യം പഠിപ്പിച്ച് ഭീഷണിയല്ല മുഴങ്ങേണ്ടത്, എൻകറേജ്മെന്റ്. ഭീഷണിയല്ല, നീ ചത്തുപോകും, നീ തകർന്നു പോകും എന്നല്ല പറയുന്നത്. ഇവിടെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാ. ഇന്ന് രാത്രിയിൽ സമയം തീർന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പക്ഷേ കർത്താവിൻ്റെ വരവ്, ഉൽപ്രാവണം ഇത്രയും സത്യമാണെങ്കിൽ 18-ാം സെഞ്ചുറിയിലൊന്നും ഒന്നല്ല നമ്മളിത് പഠിച്ചത്, കർത്താവിൽ നിന്ന് പഠിച്ചു, തൻ്റെ അപ്പോസ്തലന്മാരിൽ പഠിപ്പിച്ചു, ആദ്യ നൂറ്റാണ്ട് സഭ അത് വിശ്വസിച്ചു. റാപ്ചർ ദൈവവചനത്തിൻ്റെ സത്യമാണ്. ഇതിനു വേണ്ടി ഇന്ന് രാത്രിയിൽ ഞാൻ ഇന്ന് സൗഖ്യത്തിന് വേണ്ടിയല്ല വിളിക്കുന്നത്, നിങ്ങളുടെ വിടുതലിന് വേണ്ടിയുമല്ല വിളിക്കുന്നത്. പക്ഷെ ഒരു മണവാട്ടി സഭ കർത്താവ് വരുമ്പോൾ സെലക്റ്റീവായിട്ട് കർത്താവ് സെലക്ട് ചെയ്യുമ്പോൾ, ആ സെലക്ഷനകത്ത് ഞാൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം.
രണ്ടാമത്തെ കാര്യം, ഞാനൊരു കാര്യം കൂടി തീർത്തും പറയട്ടെ. ദൈവമക്കളെ, നമ്മുടെ ഇടപാടുകൾ കൊണ്ട് നാം പോകുകയില്ല. ഇടപാടുകളൊന്ന് വിട്ടിട്ട് സമർപ്പിക്കപ്പെടാൻ പറ്റുന്ന ഈ 103-ാം കൺവെൻഷനിൽ ഒരു പുനഃസമർപ്പണം, 1ാം ജനറേഷൻ, 2ാം ജനറേഷൻ, 3rd ജനറേഷൻ, 4th ജനറേഷൻ പെന്റിക്കോസ്റ്റൽസ് ഇവിടെ ഉണ്ട്. ജനറേഷണൽ പെന്റിക്കോസ്റ്റൽ ആയതുകൊണ്ട് നാം ആരും പോകുകയില്ലല്ലോ. കർത്താവുമായിട്ടൊരു പേഴ്സണൽ ബന്ധത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം, ഞാൻ ദൈവദാസനാണ്, ഞാൻ പ്രസംഗിക്കുന്ന ഒരു കർത്താവ് ദാസന, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നോടൊപ്പം സമർപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിൽക്കാമോന്ന്. ഹല്ലേലൂയ. ഇത് ഒരു ഒബീഡിയൻസാണ്. ഇത് ദൈവത്തിൻ്റെ വചനത്തോട് നമുക്ക് കാണിക്കുന്ന ഒരു ഒബീഡിയൻസാണ്. ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ. അങ്ങനെ ഒരു റാപ്ചർ ഉണ്ടെങ്കിൽ ആ റാപ്ചറിൽ ഞാൻ വേണം എന്ന് വിശ്വസിക്കുന്ന എല്ലാ ദൈവങ്ങളും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ആ ദൈവവചനത്തോടുള്ള പ്രതികരണം നിമിത്തം, ഞാൻ പറഞ്ഞല്ലോ, സൗഖ്യത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടി അല്ല ഞാൻ വിളിക്കുന്നത്, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടത്തെ ഞാൻ ഒന്ന് വിളിക്കട്ടെ. ആ വിളിക്കൽ സമർപ്പിക്കപ്പെടുന്നവരുടെ ഇടയിൽ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഒരു നിമിഷം ആ കസേരകൾ വിട്ടിട്ട് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ഒരുമിച്ചൊന്ന് പെട്ടെന്ന് ഓടി ഫ്രണ്ടിൽ വരാം. നമുക്ക് ഒരുമിച്ച് ആ ആവേശം, എനിക്ക് കർത്താവിന്റെ വരവിൽ പോകണം എന്നുള്ള ആവേശത്തിൽ തന്നെ എല്ലാം വിട്ടുകൊണ്ട് ഒരു നിമിഷം വേഗത്തോടി, എത്രയും ആൾ നിറഞ്ഞാലും അത് കുഴപ്പമില്ല, ഒരുമിച്ച് ഓടി വരാമോ എന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഒരുമിച്ച് നമുക്ക് പാട്ട് പാടാം, ഒരുമിച്ച് സ്തുതിക്കാം. ആ പാട്ട് പാടുമ്പോൾ തന്നെ ദൈവജനം കർത്താവിന്റെ വരവിനോടുള്ള ആവേശമുള്ള ദൈവദാസന്മാർ, ദൈവസഭയിലുള്ള വിശ്വാസികൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിട്ടുകൊണ്ട് കർത്താവിലേക്ക് നോക്കി, അവന്റെ വരവ് ഇന്ന് രാത്രിയാണെങ്കിൽ, ഇന്ന് രാത്രി കാഹളം ഊതിയാൽ, ഇന്ന് രാത്രി ഗംഭീര നാദം കേട്ടാൽ അവനോടൊപ്പം പോകുവാൻ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ട ജനം അവരവരുടെ കസേര വിട്ടിട്ട് വിശ്വാസത്തിന് ഒരു സ്റ്റെപ്പ് എടുത്ത് ഒന്ന് മുൻപോട്ട് പോവാ. കോര ഒരുമിച്ച് പാടും, നാം ദൈവത്തെ സ്തുതിക്കും, ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. Come on. Shabalarega Shantanagasia. Come on. Thank you, Jesus. Come on, everybody. ആത്മനിറവോട് ദൈവദാസന്മാരായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മളെ തന്നെ റെസ്റ്റോർ ചെയ്യുവാൻ ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കതിരര തീരുന്നതാൽ ഒരുങ്ങിടാം, ലോകമോഹങ്ങൾ കതിരര തീരുന്നതാൽ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. മേഘാരുടനായി വന്നിടുമേ, 10,000 പേർകളിൽ സുന്ദരത്താൻ. മേഘാരുടനായി വന്നിടുമേ, 10,000 പേർകളിൽ സുന്ദരത്താൻ. തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാം, തന്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാൻ ഒരുങ്ങിടാം. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവ